ഇവിടെ എവിടെയും തപ്പിയിട്ട് കാണുന്നില്ലല്ലോ നമ്മളെ ചോപ്പിന്. ആ ചോപ്പ് എവിടെ പോയി? ഇന്നലെ കാണാണ്ട ഇത് എവിടെ പോയി ആ ചോപ്പ്? അങ്ങനെ നമ്മൾ വീട് ഫുള്ളൊന്ന് തപ്പി നോക്കി. ഇനി നമുക്ക് പുറം ഫുള്ളൊന്ന് തപ്പി നോക്കണല്ലോ. ഇതിപ്പോ ചേടാ ഒരു ലീവുള്ള ദിവസം ആ ചോപ്പാണ് എവിടെയോ ഒരു സ്ഥലത്തങ്ങ് പോവുകയും ചെയ്ത്. ചേടാ പോച്ചേ നമുക്കെന്തൊക്കെ നേരെ ചോപ്പിന് തപ്പാം, അല്ലാണ്ട് വേറെ വഴിയില്ല. എന്തായാലും എന്താ അവനെല്ലാം ഇപ്പൊ കളിക്കാൻ പോലുണ്ട്. ഇന്നലെ പോയതാണ്. ഇതുവരായിട്ട് എത്തിക്കില്ല ഗൈസ്. ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തൊന്നും അറിയില്ല. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ തപ്പാൻ പോവാ. ഇതിപ്പോ എങ്ങനെ തപ്പും ഗൈസ്? നമ്മളെ ചോപ്പാണ് ഈ സമയത്ത് കാണാണ്ടാന്നാണ്. എന്തെന്നാലേ ഗൈസ് എത്ര ഒന്ന് മര്യാദയ്ക്കൊന്നും ഇത് കിട്ടുന്നതാണ് ഗൈസ് ലീവ്. ആ സമയത്തൊന്നും നമുക്ക് ചോപ്പാണ് കാണുന്നില്ല. നമുക്ക് എന്താക്കാം, നേരെ തായോട്ടേക്ക് ഇറങ്ങാം ഗൈസ്. ആ ചോപ്പാണ് എവിടെയോ കറങ്ങാൻ പോകാൻ സാധ്യത കുറവാണ്. ഇന്നലെ പോയവനാണ് വരാത്തത്. എന്തായാലും ഇപ്പൊ ചെയ്യും, നമ്മളെ ഫ്രണ്ടിന്റെ വീട്ടിലായിട്ട് പോയോ ഗൈസ്? മൈക്കലിന്റെ വീട് വരെ ഒന്ന് പോയോക്കോ. അവളായിട്ട് പോയിക്കൊണ്ടോന്ന് ഈ വീട്ടിൽ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല ഗൈസ്. നമുക്ക് നേരെ മൈക്കലിന്റെ വീട്ടിലേക്ക് കത്തിച്ചൊന്ന് വിടാം. നമ്മളെ സുമേഷിന്റെ വീടിന്റെ അടുത്താണ് ഗൈസ് നമ്മളെ മൈക്കലിന്റെ വീട്. അപ്പൊ ഗൈസ് നമുക്ക് എന്താക്കാം, നേരെ കത്തിച്ചു വിടാം ഗൈസ്. മൈക്കലിന്റെ വീട് ഇപ്പൊ ആൾക്കാരൊന്നും ഇല്ല. ഓനെന്തിനാ വെറുതെ പോയെ? മൈക്കിളും ലെസ്റ്ററും ഡ്രൈവറും ലെമാറും കൂടിയിട്ട് ട്രിപ്പ് പോയതാണ്. ഞാനൊന്നും ട്രിപ്പ് പോയിക്കില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അത് ആ ഭാഗത്താണ് ഗൈസ് നമ്മളെ മൈക്കിളിന്റെ വീട് വരുന്നത്. നമുക്ക് എന്താക്കാം, നേരെ കത്തിച്ചു വിടാൻ ഗൈസ്. നമ്മളെ ഈ സമയത്തൊന്നും അവനാകും ഗൈസ്. നമുക്ക് എന്താക്കാം, നേരെ ഈ സിറ്റി ഫുള്ളൊന്ന് അടിച്ചു പൊറുക്കേണ്ടി വരും. ലെസ്റ്റർ മാത്രമാണ് ഗൈസ് ഇവിടെ ഉള്ളു ഗൈസ്. ബാക്കി എല്ലാവരും തന്നെ പോയിട്ടുണ്ട്. നമുക്ക് എന്താക്കാം, നേരെ മൈക്കിളിന്റെ വീട്ടിലേക്ക് പോവാം. ഇതിപ്പാണ് എവിടെ നോക്കിയിട്ട് ഞാൻ വീട് ഫുള്ളടിച്ചു പോയി. നമ്മളെ ചോപ്പിന് എവിടെയും കാണുന്നില്ല. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ എന്താ വേഗം പറപ്പിച്ചിടാം മൈക്കിളിന്റെ വീട്ടിലേക്ക്. ഒന്ന് വേഗം കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ ഗൈസ്, ഒന്ന് സമാധാനത്തുള്ള ഒരു ദിവസമായിരുന്നു. അതും പോയി ഗൈസ്. ഗൈസ് നമുക്ക് എന്താക്കാം, നേരെ പോവാം. ഓക്കെ ഗൈസ്, എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എവിടെയാണ് ഗൈസ് ഇവിടെയാണ് മൈക്കിളിന്റെ വീട് വരുന്നത്. നമുക്ക് എന്താക്കാം, വണ്ടി അങ്ങോട്ടേക്ക് കയറ്റിയിട്ടുള്ളോട്ട് കയറാം. നമ്മളെ മൈക്കിളൊന്നും ഇവിടെ ഇല്ല ഗൈസ്. നമ്മളെ മൈക്കിളിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താക്കാം, നേരെ നമ്മളെ മൈക്കിളിന്റെ വീട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട് വണ്ടി. മൈക്കിളിന്റെ വീട് ഫുള്ളും പരിശോധിക്കണം. അവന്റെ വീടാണ്, വലിയൊരു വീടാണ്. എന്താ ഇപ്പൊ ചെയ്യുക ഗൈസ്? ആദ്യത്തെ ഗരാജിന്റെ ഉള്ളിൽ നോക്കട്ടെ, ഒന്നുമില്ല. ഓക്കെ ഗൈസ്, ഇനി എന്താക്കാം, നമുക്ക് അങ്ങോട്ടേക്ക് അങ്ങ് പോവാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവോ നമുക്ക് പറഞ്ഞൂടെ ഗൈസ്. ഇവനെല്ലപ്പോഴുള്ള പരിപാടിയാണ്. സമാധാനം തരൂല ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെയൊന്നും കാണുന്നില്ല. ഓക്കെ ഗൈസ്, നമ്മളെ ചോപ്പിന് ഇവിടെ എവിടെയും കാണുന്നില്ല ഗൈസ്. മൈക്കിളാണെ ടൂറും പോയിക്കല്ലേ. ഇതിപ്പോൾ എന്താ ചെയ്യുക ഗൈസ്? മൈക്കിളാണെ ടൂറ് പോയി, ഇവനാണെ മറ്റേതായി. ഗൈസ്, ആകെയുള്ള ലെസ്റ്റർ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എല്ലാ വീട്ടിലും ഒന്ന് തപ്പണം. ഓക്കെ, മൈക്കിളിൻ്റെ വീട്ടിൽ ഇവിടെ എവിടെയൊന്നും കാണുന്നില്ല. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ചോപ്പിനെ വിളിക്കാം. എടാ ചോപ്പേ ഗൈസ്, വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല ഗൈസ്. ഓക്കെ, ഇവിടെയൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കാമെന്ന്. ഇനി എന്താക്കാം, ഇനി നമുക്ക് മുകളിലും കൂടി ഒന്ന് പോയേക്കാം ഗൈസ്. അല്ലാണ്ട് വേറെ വഴിയില്ല. മുകളിൽ നമ്മൾ നോക്കിയില്ലായിരുന്നു. മുകളിലുണ്ടാകാൻ സാധ്യത കുറവാണോ കൂടുതലാണോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ മൈക്കിളിലേക്ക് വീട്ടിൽ ഓനെന്ത് അയ്യോ ഗൈസ്, എൻ്റെ കൂടെ അറിയാണ്ട് നടന്ന് തെന്നി വീണു പോയി ഗൈസ്. എന്നാ ഇപ്പം ചോരയൊക്കെ ചീറ്റിപ്പോയി. സാരില്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഗൈസ് നമ്മളിതാ പറയുന്നത്, നമ്മളടുത്താണ് ഇപ്പം റിച്ചാണ് ഗൈസ്. എവിടുന്നെങ്കിലും ആ ചോപ്പിനെ കണ്ടുപിടിക്കണേന് ഗൈസ്.
ഓക്കെ ഗൈസ്. അയ്യോ എന്നോട് എവിടെയോ കയറിപ്പോയി ഗൈസ്. അപ്പോൾ ഗൈസ് അവസാനം നമ്മളെ സ്വന്തം ആരെയും നമ്മളെ ഷിബുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആളില്ല ഗൈസ്. ഇവന്മാരൊക്കെ എവിടെ പോയി എത്തിരിക്കുന്നതാണ് ഗൈസ്. ഇവിടെയാണ് ഞാൻ ഫുൾ അടിച്ചു വർക്ക്. ഇവനെ ചോപ്പിന് ഏറ്റവും കൂടുതൽ ഫ്രണ്ടായിട്ട് ഈ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഇവിടെ എല്ലാവരും അടിച്ചു വർക്ക് ഗൈസ്. ഇതിപ്പോൾ എന്താ ചെയ്യുക ഗൈസ്, ഒരു ഐഡിയ ഇല്ല ഗൈസ്. ചോപ്പ് എവിടെ പോയി, എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ ഗൈസ്? നമുക്കിപ്പോൾ എന്താ ചെയ്യുക ഗൈസ്? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻ്റ് അങ്ങ് കൊടുത്താലോ, അല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ ഗൈസ്, പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് നമുക്ക് വേഗം ഇറങ്ങിപ്പോയി ചോദിക്കാം. ഉണ്ടാക്കിയ ഒരു പോലീസാണുള്ളൂ ഗൈസ്. എടാ ചേട്ടാ, പോലീസ് ചേട്ടാ, എന്താടാ മോനെ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക്? ഇവിടെ പോലീസുകാരൊന്നുമില്ല, എന്താ പറയൂ, എന്നോട് പറഞ്ഞോളൂ. എൻ്റെ ചോപ്പിനെ കാണുന്നില്ല ചേട്ടാ. ചോപ്പിനെയാ? അങ്ങനെ കാണാണ്ടിരിക്കാൻ വഴിയില്ലല്ലോ. ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. ആ ചേട്ടാ കണ്ടുപിടിക്കണേ. ആടാ മോനെ വിഷമിക്കണ്ട, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. മോന് വീട്ടിലോട്ട് പോയിക്കോ. അപ്പൊ ഗൈസ് നമ്മൾ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞ വീട്ടിലോട്ട് പോകാനാണ്, പക്ഷെ അങ്ങനെ നമ്മൾ പോകില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്താക്കാം, നേരെ പോവാം ഗൈസ്. ആരോ ഗൈസ് നമ്മൾ വിളിക്കുന്നുണ്ട് ഗൈസ്. ഇതിപ്പോ എന്താ ചെയ്യുക ഗൈസ്? ഈ സമയത്തൊന്ന് ആർക്കാടെ നമ്മൾ വിളിക്കാൻ തോന്നിയ? ഓക്കെ ഗൈസ്, നമുക്കൊന്ന് എടുത്തു നോക്കാം ഗൈസ്. ഓക്കെ എടാ, നീ ഇപ്പോൾ ചോപ്പ് എന്നൊരു പട്ടീനെ അന്വേഷിച്ച് നടക്കുന്നതായിരിക്കും. എനിക്ക് മനസ്സിലായി. നീ ആരാണ്? എടാ പൊട്ടാ, നിന്റെ ചോപ്പ് എൻ്റെ കയ്യിലുണ്ട്. നീ ഒരു കോടിയും കൊണ്ട് വന്നാൽ മാത്രമേ ഞാൻ നിനക്ക് ചോപ്പിനെ വിട്ടു തരൂ. ഒരു കോടിയാ? എവിടെയാ? ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക് വേമ്പാ, ഞാൻ അവിടെ ഉണ്ടാകും. ഓക്കെ അപ്പൊ ഗൈസ് നമ്മളെ ആള് പറഞ്ഞ ലൊക്കേഷനിൽ പിന്നെ ഫോറസ്റ്റിന്റെ അവിടെ ഉണ്ട് എന്നാ പറഞ്ഞേ. ഫോറസ്റ്റിന്റെ ഉള്ളിലൊക്കെ എന്താണ് പണി ഗൈസ്? നമുക്ക് നേരെ പോവാം ഗൈസ്. എന്താ ഇപ്പൊ ചെയ്യാ? ഈ ചോപ്പിനെ ആരോ തട്ടിക്കൊണ്ടാണ്. ഞാൻ വിചാരിച്ച് വെറുതെ കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ഇതിപ്പോ എന്താ ചെയ്യാ? ഫുള്ള് തലവേനയാണല്ലോ ഗൈസ്. ഗൈസ് അവസാനം കിട്ടിയല്ലോ, അവനായിട്ട് പറ്റിക്കൊറ്റ ചെയ്ത് നമുക്ക് നേരെ എന്താക്കാം വീട്ടിൽ പോയിട്ട് പൈസ എടുക്കാം. നമ്മളെ ബാഗ് മാത്രമേ എടുത്തുള്ളൂ, വെറുതെ ബാഗ് ഷോക്ക് കിട്ടിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ എന്താക്കാം പൈസ ഈ ബാഗിലേക്ക് നടക്കാം. 1 കോടി രൂപ. 1 കോടിയാണേ 1 കോടി. എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കോടികളുണ്ട് ഇപ്പോൾ. പക്ഷെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കും. എൻ്റെ മൈൻഡിൽ ചില പ്ലാനുകളുണ്ട് പോലെ. അത് നിങ്ങൾ കാണാൻ കിടക്കുന്നവിടെ ഉള്ളു. പട്ടീനെ പിടിക്കുന്ന കിഡ്നാപ്പറെ ഞാൻ കാണിച്ചറാടാ എല്ലാം. പിന്നെ ഗൈസ് നമുക്ക് നേരെ എന്താ, നമ്മളെ ചോപ്പിനെ പിടിച്ചില്ലേ, അതിനുള്ള പ്രതികാരത്തിന് നമുക്ക് പൈസ എടുത്ത് കൊണ്ടാവാം. അപ്പൊ ഗൈസ് പൈസയല്ല ഞാൻ എടുത്തത് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാം വെക്കുന്ന ഇച്ചിരി ബോംബുകളുണ്ട്, സ്റ്റിക്കി ബോംബ്. അത് ഈ ബാഗിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു ഇത് തരുമ്പോൾ നമുക്ക് എന്താക്കാം, മെല്ലെ എടുക്കാം ഗൈസ്. നമ്മൾ ഈ വണ്ടിയിലെങ്ങ് പോവാം ഗൈസ്. നമുക്ക് എന്താക്കാം, അവൻ്റെ അടുത്ത് ബാഗ് കൊടുത്തിട്ട് നമുക്ക് ചോപ്പ് കൊണ്ട് പോകുമ്പോൾ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം, ചങ്ങാടെ പൊട്ടിക്കാം ഗൈസ്. അതല്ലാണ്ട് വേറെ വഴി എൻ്റെ കാണുന്നില്ല. നമുക്ക് എന്താക്കാം, നേരെ ഫോറസ്റ്റിലേക്ക് നേരെ പോവാം ഗൈസ്. ഓക്കെ, ഈ ബൈക്കൊക്കെ ധാരാളമാണ്. ഓക്കെ ഗൈസ്, ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് ഗൈസ് എന്താണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മളെ വീണ്ടും അതും പിന്നെ കുറച്ച് ഇച്ചിരി ദൂരമല്ലുള്ളൂ സൗണ്ടേക്കും. ഫോറസ്റ്റിന് ഇച്ചിരി കയറിയത്തൊന്നും ആവുമെന്നാണ് പറഞ്ഞത് ഗൈസ്. നമുക്കൊന്ന് എത്തിയിട്ട് കാണാം. അപ്പൊ ഗൈസ് അവിടെ ഉണ്ട് ഗൈസ് നമ്മൾ അവിടെ തന്നിട്ട് നമുക്ക് എന്താക്കാം, ഗൈസ് ഇതാ ഇവിടെ തന്നിട്ട് ഗൈസ് അടുത്തുനിന്ന് വന്നുകൊണ്ട് ഗൈസ് നമുക്ക് എന്താക്കാം, നേരെ ഈ ബാഗും കൊടുക്കാം. എടാ എൻ്റെ പൈസ കിട്ടാ, എന്നാൽ മാത്രമേ തരൂ.
ആ പൈസയൊക്കെ ഉണ്ട് ബോസ്. ഇവിടെ വെക്കട്ടെ. അവിടെ ഇനി ഇവിടെ വെക്ക്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഓല് പറഞ്ഞ നമ്മൾ വണ്ടി എടുക്കണ്ടെന്ന് ഗൈസ് പറഞ്ഞ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഗൈസ്. നമ്മൾ ഓലിക്ക് അറിയില്ലല്ലോ നമ്മളവിടെ ബോംബ് വെച്ചെന്ന്. നമുക്കിങ്ങ് വേഗം ആക്ടിവേറ്റ് ചെയ്യാം ഗൈസ്. എടാ നീ ആരോടെ തൊട്ട് കളിച്ചെന്നറിയാം? നമ്മുടെ ഫ്രാങ്ക്ലിനോട് ടാറ്റാപ്പ് പൈസ ചെയ്യും. അല്ല ഗൈസ് നമ്മൾ ആളത് മരിച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണണം, കാണിച്ചു തരാം. ചത്ത് കിടക്കുന്നുണ്ടല്ലേ? നമ്മളെ ചോപ്പിൻ്റെ കൂടി കളിച്ച ഇങ്ങനെ ഇരിക്കും. എടാ ചോപ്പേ എന്തേ പറ്റിയെങ്കിൽ? ഇല്ല ആശാനെ, ഇന്നലെ എൻ്റെ തലക്ക അടിച്ചിട്ട് ഇന്നലെ രാത്രിയിൽ ആശാൻ ഉറങ്ങാൻ വേണ്ടിയിരുന്നു. ഇന്നലെ തലക്കങ്ങനെ അടിച്ച് എന്നിട്ടുണ്ടല്ല എന്നെ ബോധം കെടുത്തിട്ട് കൊണ്ടായത്. തല ഭയങ്കര വേനുണ്ട്. അതൊന്നും ഇനി വിഷയക്കണ്ട പിന്നെ ചോപ്പേ. ഇനി വേഗം കുറച്ചേരം വിശ്രമിച്ചോ. നമ്മൾ കൂടുതലിനടുത്ത്. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.